നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് പല വീടുകളിലും ഓട്ടോമാറ്റിക് ഗേറ്റുകൾ സ്ഥാപിക്കാറുണ്ട്. ഇതൊരു സ്റ്റൈലിന് വേണ്ടിയും മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടിയുമൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ സ്ഥാപിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ചുകൂടി നമ്മൾ തിരിച്ചറിയണം. മലപ്പുറം വൈലത്തൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറെ വേദനിപ്പിക്കുന്നൊരു വാർത്ത. ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ച വാർത്ത നമ്മളൊക്കെ ആകെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. പിന്നാലെ ഇതിന്റെ വിഷമത്തിൽ മുത്തശ്ശിയും മരിച്ചെന്ന വിവരമാണ് പുറത്തു വന്നത്. വൈലത്തൂർ സ്വദേശിനി ആസിയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. പിന്നെ കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഷോക്കടിച്ചതൊന്നുമല്ല, ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇന്നലെ ഈ ഒരു വാർത്ത കേട്ട് പലരും, പ്രത്യേകിച്ചും മക്കളുള്ള ഓരോ മാതാപിതാക്കളും ഏറെ വിഷമിപ്പിച്ചൊരു വാർത്തയാണ്. ഇത് പലപ്പോഴും ഈ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഈ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൂടുതൽ സൗകര്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ പലരും വീടുകളിൽ സ്ഥാപിക്കാറുണ്ട്. പല വീടുകളിൽ ഇന്നത്തെ കാലത്ത് വലിയ പല വീടുകൾക്ക് മുന്നിലും ഓട്ടോമാറ്റിക് ഗേറ്റുകളൊക്കെ കാണാം. പക്ഷെ ഇത്തരം ഒരു അപകടത്തെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറില്ല. ഈ 9 വയസ്സുകാരൻ, മലപ്പുറം വൈലത്തൂരിലെ 9 വയസ്സുകാരന്റെ മരണം ഓട്ടോമാറ്റിക് ഗേറ്റിനും കുടുങ്ങിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് ഇന്നലെ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പലതും മുഴുവൻ ആധികാരികമായി ആവണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആ പ്രദേശത്തേക്ക് അധികം ചെന്ന് ആ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യം ആ ഒരു വീട്ടുകാരുടെയും ആ നാട്ടുകാരുടെയും അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവിടെ നിന്നും വിട്ടു നിൽക്കുകയാണ്. ആ ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരാം. മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിയുടെ വീട്, സിനാൻ്റെ വീട്, ഈ ഓട്ടോമാറ്റിക് ഗേറ്റുള്ള ആ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി, പള്ളിയിലേക്ക് പോകാൻ എളുപ്പത്തിന് വേണ്ടി ഈ കുട്ടി ഈ വഴിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വീട്ടുകാർ, ഈ ഓട്ടോമാറ്റിക് ഗേറ്റുള്ള വീട്ടുകാർ കുറച്ച് കാലമായി വിദേശത്താണുള്ളത്. ആ വീട് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ മതിലിന് ഉൾവശത്ത് അത് തുറക്കാനുള്ള ഒരു സ്വിച്ചുണ്ട്. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കുകയും ആ സ്വിച്ച് രണ്ടാമത് ഞെക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് അടയുകയും ചെയ്യും. അപ്പോൾ ഗേറ്റ് തുറന്ന് അത് അടയാനുള്ള സ്വിച്ച് ഞെക്കി കുട്ടി പുറത്തേക്ക് കിടക്കുകയാണ് പതിവ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ പലരുമായി ശേഖരിച്ച വിവരമാണ്. അപ്പോൾ സാധാരണ അത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ സ്വിച്ച് ഞെക്കി പുറത്ത് കിടക്കുമ്പോഴേക്കും ഇത് അടയുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കുട്ടിക്ക് രണ്ടാമത് ഈ തുറക്കാൻ വേണ്ടി സ്വിച്ച് ഞെക്കാൻ കഴിയാതെ വരികയും കഴുത്ത് കുടുങ്ങി കഴുത്ത് പരിക്കേറ്റ് മരണം ഉണ്ടാവുകയാണ് ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിലും കുട്ടിയുടെ ലഭിക്കുന്ന പ്രാഥമിക സൂചന കഴുത്തിൽ ഒടിവ് സംഭവിച്ചു. അതായത് ശ്വാസം മുട്ടി ഒരു തൂങ്ങി മരിക്കുമ്പോഴുണ്ടാകുന്ന അതേ പരിക്കുകൾ കഴുത്തിന് സംഭവിച്ചാണ് കുട്ടി മരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കഴുത്ത് പുറത്തേക്ക് കുടുങ്ങി നിൽക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പിന്നീടെത്തി ഈ ഒരു ഗേറ്റ് തുറന്ന് ഈ കുട്ടിയെ രക്ഷിച്ച്, അതായത് പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൻ്റെ ഈ ഒരു മരണത്തിൻ്റെ വിവരം അറിഞ്ഞതിൻ്റെ ആഘാതമാണ് കുട്ടിയുടെ മുത്തശ്ശിയായ ആസിയയ്ക്ക് സംഭവിച്ചത്. അവരും തളർന്നു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും അവിടുന്ന് തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദാരുണമായ 2 സംഭവങ്ങൾ ഇവിടെ വൈലത്തൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് അത് ഉള്ളിലെ സ്വിച്ച് ഉപയോഗിച്ച് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്ന സംവിധാനമാണ്. അതിൽ സംഭവിച്ച അത് ഉപയോഗിച്ച് നടത്തിയ ഒരു അറ്റംപ്റ്റിൽ വന്ന പിഴവ് സാങ്കേതികമായിട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. അതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ മേഖലയിലെ പ്രദേശവാസികളോടും ഈ സംഭവം അന്വേഷിക്കുന്ന പോലീസിനോടൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അനുമോദ്, ആ സമയത്ത് ഈ സിനാൻ, 9 വയസ്സുകാരനായ സിനാൻ തനിച്ചായിരുന്നോ? ഇത്തരമൊരു അപകടം നടക്കുന്ന സമയത്ത് മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു, പള്ളിയിലേക്ക് പോകുമായിരുന്നു വൈകുന്നേരം. സാധാരണ പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നും വീട്ടുകാർക്കും മറ്റുള്ളവർക്കും അറിയുകയില്ല. കുട്ടി പള്ളിയിലേക്ക് പോകുന്നത് അങ്ങനെ പുറത്ത് പോയി ഒറ്റയ്ക്ക് പോയി വരുന്ന കുട്ടിയാണ്. എന്നും ഒരുപക്ഷെ ഈ കുട്ടി ഇതുവഴി തന്നെ ആയിരിക്കാം പോയിരുന്നത്, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ ഒരു ഗേറ്റ് ഇവരുടെ ബന്ധുവിൻ്റെ വീട് തന്നെയാണ് അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് ഉള്ളിൽ നിന്നും അടയ്ക്കാനും തുറക്കാനുമുള്ള സംവിധാനമുണ്ടെന്നും ആ സ്വിച്ച് ഉപയോഗിച്ച് ഇത് അടയ്ക്കാനും തുറക്കാനും കഴിയുമെന്ന് ഒരുപക്ഷെ കുട്ടിക്ക് അറിയുമായിരിക്കാം. കുട്ടി അത് സ്ഥിരം ആ ഒരു വഴി ഉപയോഗിക്കുന്നുണ്ട്, കുട്ടിക്കത് കൃത്യമായിട്ട് ചെയ്യാനും അറിയാമായിരിക്കാം. പക്ഷേ ഇന്നലെ ആ സ്വിച്ച് അമർത്തിയതിൽ വന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തതിൽ വല്ല പിഴവോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ സെൻസറുകൾ വർക്കാവാത്തതോ ആയിരിക്കാം ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഇതിൽ കുട്ടി പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പോകുന്ന പോലെ പോകുമ്പോൾ വീട്ടുകാരും അതിനൊന്നും സംശയമില്ല. കാരണം സ്കൂൾ വിട്ട് വന്നാൽ പള്ളിയിൽ പോവുകയും പുറത്തു പോവുകയൊക്കെ ചെയ്യുന്ന ആ രീതി തന്നെയാണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ ഇതിൽ സംഭവിച്ചത് ഒരുപക്ഷെ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ സെൻസർ അതിൽ വന്ന എന്തെങ്കിലും പിഴവായിരിക്കാം, അല്ലെങ്കിൽ ആ ഗേറ്റ് വന്ന് അടയുന്നതിൻ്റെ വേഗത കണക്കാക്കിയതിൽ ആ കുട്ടിക്ക് സംഭവിച്ച എന്തെങ്കിലും ആശയക്കുഴപ്പമായിരിക്കാം. എന്താണെങ്കിലും ഇത് വളരെ ആരെങ്കിലും കുറ്റം പറയണം എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം ഒരു ശാസ്ത്രീയ സംവിധാനങ്ങളാണ്, കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി അത് നിർമ്മിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതിൽ ആ സംവിധാനത്തിൻ്റെ ശൈലിയിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ആകസ്മികമായി സംഭവിച്ച ദുരന്തം എന്നാണ് പ്രാഥമികമായിട്ട് നമുക്കിതിനെ പറയാൻ കഴിയുള്ളൂ. കേട്ടോ, തീർച്ചയായും. കാരണം ഈ കൊച്ചു കുട്ടികളുള്ള വീട്ടുകാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ അനുമോദ്? കാരണം പലരും കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം പലപ്പോഴും നമ്മളൊന്നും തിരിച്ചറിയാറില്ല. പക്ഷേ ഈ ലിഫ്റ്റിൽ കുരുങ്ങിയുള്ള മരണവും അപകടവും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുരുങ്ങി ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുക എന്നൊരു ദാരുണമായിട്ടുള്ള സംഭവം ഒരുപക്ഷെ ഒരു കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അനുമോദ് സൂചിപ്പിച്ചത് ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന കാര്യത്തിൽ നമുക്കൊരിക്കലും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ CCTV ദൃശ്യങ്ങളോ മറ്റോ ഉണ്ടോ? എന്താണ് ഈ 9 വയസ്സുകാരൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയോ, അതോ അതിവേഗത്തിൽ ഗേറ്റ് വന്ന് അടയുകയായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങൾ, സ്വാഭാവികമായും ആ വീട്ടിൽ CCTV ഉണ്ടാകാം, അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ടോം, സ്വാഭാവികം വീട്ടിൽ CCTV ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ചെന്ന് ഇത് അന്വേഷിക്കാനുള്ള ഒരു സാവകാശമോ അതിനുള്ള സാഹചര്യമോ ഇപ്പോഴവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ ഒരു കുടുംബത്തിൻ്റെയും ആ പ്രദേശവാസികളുടെയും ഒക്കെ അവരുടെ ഒരു മനോനില അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം ഇപ്പോൾ വളരെ വിഷമഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും അവർ നമ്മളെ തടയുകയാണ്, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരരുത്, ഞങ്ങളുടെ അവസ്ഥ ഇപ്പോഴും അങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് മാറി നിൽക്കുക എന്നൊരു അഭ്യർത്ഥനയാണ് ആ ഒരു മേഖലയുള്ളവർ നൽകുന്നത്. സ്വാഭാവികമായിട്ടും അത് പാലിക്കാൻ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് കഴിയുക. ഇനി CCTV എന്തായാലും ഉണ്ടാവണം, കാരണം ഇത്രയും ആധുനികമായിട്ടുള്ള ഒരു ഗേറ്റുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ടും CCTV ഉണ്ടായിരിക്കാം. ഇതിൽ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ കുട്ടി വീടിനുള്ളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് ഈ വീടിൻ്റെ പുറകിലാണ് കുട്ടിയുടെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടാകണമെന്നില്ല, പുറത്തുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. പുറത്ത് നമ്മൾ ഈ പരിപാടിയുടെ ആദ്യം ടെലികാസ്റ്റ് ചെയ്ത ആ സംഭാഷണത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, പുറത്ത് നോക്കുമ്പോൾ കുട്ടിയുടെ തല പുറത്ത് കുടുങ്ങി കിടക്കുന്ന പോലെയാണ് കണ്ടത്, ഷോക്ക് അടിച്ചു എന്നാണ് ആദ്യം കരുതിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിലുള്ളവർക്ക് ഉള്ളിൽ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കണ്ടവർക്ക് മാത്രമാണ് ഈ ഒരു അപകടം മനസ്സിലാക്കി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്നും പോകുന്ന വഴി ആയതുകൊണ്ടും സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും അതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് ആരും കരുതി കാണില്ല, ആ കുട്ടിയും അറിഞ്ഞു കാണില്ല. ഇതിൽ ഇങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അപകടത്തിന് ഇത്രയും സാധ്യതയുള്ളതാണ്, അതൊന്നും ആരും മുൻകൂട്ടി കരുതി കാണില്ല, ആർക്കും അറിയുകയും ചെയ്തു കാണില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്നും ചെയ്യുന്ന പോലെ ഈ സംഭവം ചെയ്തു. പക്ഷേ ഇന്നലെ ദൗർഭാഗ്യവശാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എന്താണെങ്കിലും ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും കഴുത്ത് കുടുങ്ങിയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ഈ ഒരു സംവിധാനത്തിൻ്റെ സെൻസറിൻ്റെ പ്രശ്നമാണോ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ വിശദമായ അന്വേഷണത്തിന് ശേഷമേ, ശാസ്ത്രീയ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. കേട്ടോ, തീർച്ചയായും. കാരണം ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ഈ മരണകാരണം കഴുത്തിനേറ്റ
പരിക്കാണ് എന്ന് ചില പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുണ്ടല്ലോ അനുമോദ്. അതായത് ഈ 9 വയസ്സുകാരനെ ഈ അപകട നിലയിൽ കണ്ടപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നോ? രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ലേ? അതാണ് ഇതിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന ഒരു വിവരം. കാരണം ഈ കുട്ടി ഏകദേശം അരമണിക്കൂറിലധികം സമയം ഇത്തരത്തിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് വരുന്നത്. സാധാരണ ഒരു 2-3 മിനിറ്റ് നമുക്ക് ശ്വാസം പിടിക്കുമ്പോൾ തന്നെ, കഴുത്തിനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ചെറിയൊരു കുട്ടി അരമണിക്കൂറോളം സമയം കഴുത്ത് കുടുങ്ങിക്കൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അവിടെ വളരെ കുറവാണ് എന്ന് തന്നെ വേണം കരുതാൻ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ മുഴുവൻ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം കഴുത്തിനേറ്റ പരിക്ക്, ശ്വാസം കിട്ടാത്തതിൻ്റെ സാഹചര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന സൂചനകളാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു തൂങ്ങി മരണം സംഭവിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതേ സാഹചര്യങ്ങൾ തന്നെയാണ് കഴുത്ത് കുടുങ്ങിയ ഈ ഒരു ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുമ്പ് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. നമുക്ക് പിന്നീട് ലഭിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. വ്യക്തമാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു 9 വയസ്സുകാരൻ മരിച്ചത്. ഇതിന്റെ വിഷമത്തിൽ മുത്തശ്ശിയും മരിച്ചുവെന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, മരണകാരണം എന്താണ്, ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം ഒരുപക്ഷെ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.